ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഫ്താൻ ടൈപ്പ് കുർത്തീൻ്റെ തിയറി ക്ലാസ് അല്ലേ പഠിച്ചിട്ടുണ്ടായിനെ. അപ്പോൾ ഇന്ന് നമുക്ക് അതെങ്ങനെയാണ് കട്ട് ചെയ്യാമെന്നും കാര്യങ്ങളെല്ലാം പഠിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള തുണിയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഞാൻ എടുത്തതുണ്ടല്ലോ നൈറ്റി മെറ്റീരിയലില്ലേ, നൈറ്റി മെറ്റീരിയൽ എടുത്തിട്ട് ഞാൻ എനിക്ക് വേണ്ടുന്ന ലെങ്ത് കട്ട് ചെയ്തിട്ട് ബാക്കി അവിടെ വെച്ച് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള ഈ ഒരു പീസാണിത്. ഞാൻ എത്രയാണ് ലെങ്ത് എടുത്തിട്ടുള്ളത് അതെല്ലാം പറഞ്ഞുതരാം. നിങ്ങളെ അളവുകൾ ബോഡീൻ്റെ അകത്ത് നിന്ന് എടുക്കണം. കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ അത് പോയിട്ട് കാണുകയും വേണം. ഞാൻ അതിൻ്റെ അകത്ത് എന്തെല്ലാം അളവുകളാണ് നമുക്ക് ഈ ടൈപ്പ് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടുന്നതെന്നെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിന്. ആദ്യം തന്നെ നമുക്ക് തുണി മടക്കിയിടുന്നത് പഠിക്കണ്ടേ. എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ തുണീനെ നിവർത്തിയിടുക, എന്നിട്ട് നമ്മൾ 4 മടക്കുന്നു. അങ്ങനെ തന്നെയാണ് ഇതിനും വേണ്ടുന്നത്. ഇതിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണ്ടേ, നിങ്ങൾ ഒന്നിക്കൽ നല്ല ഭാഗത്ത് മാർക്ക് ചെയ്തോളൂ, അതിന് കുഴപ്പമില്ല. കാരണം നല്ല ഭാഗത്താണ് നമുക്ക് ലാസ്റ്റ് സ്റ്റിച്ചും കാര്യങ്ങളും വരേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ മോശം ഭാഗത്ത് മാർക്ക് ചെയ്തിട്ട് ആ ഒരു ട്രേസിങ് വീൽ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അത് വെച്ചിട്ട് അതിൻ്റെ മാർക്കിംഗ് നല്ല ഭാഗത്ത് വരുന്ന രീതിയിൽ നിങ്ങൾ ട്രേസ് ചെയ്ത് എടുക്കണം. ഞാനിപ്പോൾ മോശം ഭാഗത്ത് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ മടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് ആ ഒരു ട്രേസ് ചെയ്യുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ചുരിദാർ ടോപ്പെല്ലാം കട്ട് ചെയ്യുന്ന പോലെ നിവർത്തിയിട്ട് അതിനെ 2 മടക്കിയിട്ട് നടുവേ ഒന്നും കൂടെ മടക്കി. അപ്പോൾ 4 നമുക്ക് കിട്ടി. 4 മടക്കായിട്ട് നമ്മളെ തുണി വന്ന്. അപ്പോൾ ഞാൻ ഈ സൈഡെല്ലാം ഒന്ന് ലെവൽ ചെയ്ത് വെച്ച് ഈ ഒരു തുണീനെ അയൺ ചെയ്തിട്ടായിരിക്കും ബാക്കി മാർക്കിംഗ് ചെയ്യുന്നത്. ഇതൊരു പോളിസ്റ്റർ ടൈപ്പ് പോലത്തെ തുണിയാണേ. ഇത് പ്യുവർ കോട്ടൺ അല്ലാത്തതുകൊണ്ട് ചെറുങ്ങനെ ഒരു അയൺ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. മടക്കിയത് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇതുപോലെ ഇങ്ങനെ ആദ്യം 2 മടക്കിയിട്ട് കൊടുത്തിട്ട് നടുവേ ഒന്നും കൂടെ ഇങ്ങനെ മടക്കിയിട്ട് കൊടുത്ത്. ഇത്രയേ ചെയ്യുന്നില്ല കേട്ടോ, എപ്പോഴും ചെയ്യുന്ന പോലെ. ഇനി ഒരു പേപ്പറിനകത്ത് കൂടെ മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെ കാണിച്ചു തരാം. ചിലർക്കെല്ലാം ഡൗട്ട് വരുന്നുണ്ടാവും. നിവർത്തിയിട്ട് നമ്മളെ തുണീനെ ഇതുപോലെ 2 ഇങ്ങനെ മടക്കിയിട്ട് കൊടുത്തേ. കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ ആദ്യം മടക്കണ്ടേ, എന്നിട്ട് നടുവേ ഇങ്ങനെ മടക്കി. ഞാനിപ്പോൾ പേപ്പർ മടക്കിയ രീതിയിൽ തന്നെയാണ് നമ്മളെ ഈ ഒരു മെറ്റീരിയലും ഇപ്പോൾ ഉള്ളത്. മടക്ക് ഭാഗം കണ്ടില്ലേ, ഫോൾഡഡ് സൈഡാണ് ഇത് വരുന്നത്. ഇപ്പുറത്തെ ഭാഗം ഓപ്പൺ സൈഡും ഈ ഒരു രീതിയിലാണ് ഉള്ളത്. ഒരു കാര്യം ഓർമ്മിക്കണം, വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല ഭാഗത്ത് മാർക്കിംഗ് ചെയ്ത് കൊടുക്കാം. ചോക്ക് കൊണ്ട് നേർങ്ങനെ വരച്ചാൽ മതി. നമുക്ക് ഈ ഒരു ട്രേസിങ് എല്ലാം നല്ല ഭാഗത്തേക്ക് കൂടെ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നല്ല ഭാഗത്താണ് സ്റ്റിച്ച് വരുന്നത്. ഞാനിങ്ങനെ എന്തായാലും മോശം ഭാഗത്ത് തന്നെ മാർക്ക് ചെയ്തിട്ട് ട്രേസ് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരും നിങ്ങൾക്ക്. ഈ സൈഡിൽ രണ്ടും ചേർത്തിട്ട് പിൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് നീങ്ങിപ്പോകുന്ന ടൈപ്പ് തുണി ആയതുകൊണ്ട് തന്നെ ഒന്ന് പിൻ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്കിങ്സ് എല്ലാം ചെയ്ത് തുടങ്ങാം. ആദ്യം നമ്മളെ കുർത്തിക്ക് വേണ്ടുന്ന ഫുൾ ലെങ്ത് അല്ലേ മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ. ഫുൾ ലെങ്ത്തിൻ്റെ കൂടെ തായിൽ മടക്കിയടിക്കാനില്ല 1 ഇഞ്ച് കൂട്ടണം. 1 ഇഞ്ച് ചിലർ, അല്ലെങ്കിൽ 1/4 ഇഞ്ച് മടക്കിയിട്ട് 1/2 ഇഞ്ച് അങ്ങനെയൊക്കെ മടക്കുന്നവരുണ്ട്. അത് നിങ്ങളെ ഇഷ്ടം. 1 ഇഞ്ച് മടക്കിയടിക്കാനും തായിലേക്ക് വേണ്ടിയിട്ട് എടുത്തു. എന്നിട്ട് മേളിൽ ഷോൾഡറിൻ്റെ ആടെ ഒരു ചെരിവ് ഞാൻ കൊടുക്കുവേ. അപ്പോൾ എനിക്ക് ആടെ കുറച്ച് തുണി നഷ്ടപ്പെടും. 1 ഇഞ്ചോളം തുണി ആടെ എനിക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് 2 ഇഞ്ച് എക്സ്ട്രാ കിട്ടുന്ന രീതിയിൽ ഈ ഒരു മാർക്കിംഗ് ചെയ്ത് കൊടുത്തു. ഫുൾ ലെങ്ത് മാർക്കിംഗ് ചെയ്ത് കൊടുത്തു. അതായത് 39 ഇഞ്ചാണ് ഇതിൻ്റെ നീളം. ഇങ്ങനെ മടക്കി ഇട്ടിട്ടില്ല, ഇതിൻ്റെ നീളം ഇപ്പോൾ ഇല്ലത് കേട്ടോ. ഞാൻ ഏകദേശം അത് കണക്കാക്കി എടുത്തുന്നില്ല. എനിക്കിപ്പോൾ 35 ആയാലും കുഴപ്പമൊന്നുമില്ല, 40 ആയാലും കുഴപ്പമില്ല. ലെങ്ത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാമല്ലോ. ആ തായിലെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്യാനാണ് ഇങ്ങനെ വരച്ചു കൊടുത്തത്. ഞാൻ കറക്റ്റ് കിട്ടുന്ന ലെങ്ത്ത് ഫുൾ എടുക്കുന്നുണ്ടേ. അതങ്ങ് കട്ട് ചെയ്ത് മാറ്റിയേക്കാം ആദ്യം തന്നെ, പിന്നത്തേക്കൊന്നും നമുക്ക് വെക്കണ്ട. ഇനി ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് നമ്മൾ എപ്പോഴും ഫുൾ ലെങ്ത്ത് കഴിഞ്ഞിട്ടാകുമ്പം ഷോൾഡർ അല്ലേ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇടത്തേക്ക് നമ്മൾ എപ്പോഴും ഷോൾഡർ മാർക്ക് ചെയ്യും. പക്ഷേങ്കിൽ ഈ കഫ്താൻ്റെ കേസിൽ നമുക്ക് ഇടത്തേക്ക് മാർക്ക് ചെയ്യാനുണ്ട്. പക്ഷേങ്കിൽ ഷോൾഡർ അല്ല, നമ്മൾ ചെസ്റ്റിനെ ബേസ് ചെയ്തിട്ട് കണക്കാക്കിയിട്ട് ഒരളവ് മാർക്ക് ചെയ്യും. അതിന് മുന്നേ ഞാൻ എടുത്ത വീതി നിങ്ങൾക്ക് അറിയണ്ടേ. ഇങ്ങനെ 4 മടക്കിയിട്ടിട്ട് ഇടത്തേക്കുള്ള വീതി നിങ്ങൾക്ക് കാണണ്ടേ. ഞാനിതാ കാണിച്ചു തരാം. 18 ഇഞ്ച് ഇങ്ങനെ 4 മടക്കിയിട്ട രീതിയിൽ ഇങ്ങനെ നോക്കുമ്പം 18 ഇഞ്ച് എനിക്ക് വീതി കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ആയിരിക്കും. ഇനി അതിനേക്കാളും കൂടുതൽ വേണ്ടുന്നവരാണെങ്കിൽ ഒരു ലേശം അധികം എടുത്തോ. കുറേ അധികം ആയിക്കഴിഞ്ഞാൽ കൈയിൻ്റെ നീളം കുറച്ച് കൂട്ടിയ രീതിയിൽ വരും, അങ്ങനെയേ ഉള്ളൂ.
പക്ഷേ ഇത് കറക്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഒന്നുകിൽ ഇതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ എടുത്ത് ചെയ്യാം ഡൗട്ടുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 20 ഇഞ്ച് 22 അങ്ങനെയൊക്കെ ചെയ്യാം. ഇനി നമുക്ക് ഇവിടുത്തെ അളവ് മാർക്ക് ചെയ്യാം. നമ്മളെ ചെസ്റ്റ് അളവിൻ്റെ 4/1 3/4 ഇഞ്ച് ലൂസുമാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത്. ജസ്റ്റ് 36 ഹരിക്കണം 4 നോക്കിയപ്പോൾ 9 കിട്ടി. 3/4 ഇഞ്ച് ലൂസും ചേർത്തപ്പോൾ 9.25 ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. നിങ്ങൾ ഇതുപോലെ നിങ്ങളെ ചെസ്റ്റ് ഹരിക്കണം 4 പ്ലസ് ഒരു 3/4 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് ലൂസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ മടക്ക് ഭാഗത്ത് നിന്ന് അങ്ങോട്ടേക്ക് നിങ്ങൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്ന പോലെ മാർക്ക് ചെയ്യുക കേട്ടോ. ചെസ്റ്റ് അളവാണ് എടുക്കണ്ടേ. ഇനി അടുത്തത് ഇവിടുന്ന് ആ മാർക്ക് ചെയ്തതിന് താഴോട്ടേക്ക് നമുക്ക് ഒരളവ് മാർക്ക് ചെയ്യണം. നമ്മൾ മറ്റേ ടോപ്പിൻ്റെ കേസിൽ ആം ഹോൾ സാധാരണ മാർക്ക് ചെയ്യില്ലേ, അതുപോലെയാണ് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യുന്നത് 2 രീതിയിൽ ചെയ്യാം. ശ്രദ്ധിക്കണേ, ഇവിടെ നിങ്ങൾ ഒന്നുകിൽ നമ്മളിപ്പോൾ ചെസ്റ്റ് മാർക്ക് ചെയ്തില്ലേ, ചെസ്റ്റിൻ്റെ 4/1 ലൂസും മാർക്ക് ചെയ്തില്ലേ 9.25 ആ ഒരളവ്, ഇത് ഇവിടുന്ന് ഇടത്തേക്ക് മാർക്ക് ചെയ്ത അളവ് തന്നെ അവിടുന്ന് താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാം. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുക, ഇതല്ലെങ്കിൽ പിന്നെ നിങ്ങളെ ആം ഹോൾ റൗണ്ട് അളവ് ഞാൻ ബോഡീൻ്റെ അകത്ത് എടുക്കാൻ പറഞ്ഞു തന്നിട്ടില്ലേ, ആ ഒരളവ് എടുക്കുക, അതിൻ്റെ പകുതി എടുക്കുക, പകുതീൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് ലൂസും ചേർക്കുക. പിന്നെ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടാണ് ഈ ടോപ്പ് ചെയ്യുന്നതെങ്കിൽ കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനൊക്കെ നമുക്ക് പോകും. 1 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ചോളം പോകും. എത്രയാണോ പോകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ ഒരു ഇതും കൂടെ ആഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ആം ഹോൾ റൗണ്ടിനെ ബേസ് ചെയ്തിട്ട് തന്നെ കൊടുത്തേക്കാം അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ഒരു ഷോൾഡർ സ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, നമ്മൾ എല്ലാത്തിലും ചെയ്യലുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിൻ്റെ കേസിൽ ചെയ്താൽ കുറച്ചും കൂടി ഒന്ന് ഷേപ്പിൽ നമ്മളെ സ്ലീവ് പോർഷനിൽ നിൽക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങേ അറ്റത്തു നിന്നാണ് മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ. അങ്ങേ അറ്റത്തു നിന്ന് നമ്മൾ എന്ത് ചെയ്യും, 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് നെക്ക് പോർഷനിലേക്ക് ഇങ്ങനെ ചെരിച്ചൊരു ലൈൻ കൊടുക്കുമ്പം നമുക്കിതാ സൈഡിലൊക്കെ നമുക്ക് നഷ്ടപ്പെടും 1/2 ഇഞ്ച്. ഞാനിപ്പോൾ ഇവിടെ മാത്രമേ ഇങ്ങനെ മടക്കുന്നത് കാണിച്ചിട്ടുള്ളൂ. അങ്ങത്തോളം പോവും കേട്ടോ, അങ്ങത്തോളം അത് പോവും. അങ്ങേ അറ്റത്തുനിന്നാണ് മാർക്ക് ചെയ്യേണ്ടത്. ഞാൻ അന്നേരം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ചെരിവ് വരുമ്പം നമുക്ക് ഒരു 1/2 ഇഞ്ച് നമ്മൾ ചെരിച്ചിട്ടും കട്ട് ചെയ്യും, 1/2 ഇഞ്ച് തയ്യൽ തുമ്പായിട്ടും സ്റ്റിച്ച് കൊടുക്കുമ്പോൾ പോകും. അല്ലെങ്കിൽ 1/4 ഇഞ്ച് കൂട്ടിയാൽ മതി. എങ്ങനെയായാലും ഒരു 3/4 ഇഞ്ച് നമുക്ക് ഈ ഒരു ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുമ്പം അധികമായിട്ട് വരുന്നുണ്ട്. സ്റ്റിച്ചിൻ്റെ അലവൻസ് കൂട്ടിയിട്ടും പിന്നെ നമ്മളെ കട്ട് ചെയ്ത് പോകുന്നതും കൂട്ടിയിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആം ഹോൾ റൗണ്ട് ഇവിടെ എനിക്ക് 16 16ൻ്റെ പകുതി 8 പ്ലസ് 1/2 ഇഞ്ച് ലൂസ് 8.5 പ്ലസ് ഒരു 3/4 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് കൂട്ടിയിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ 9.5 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഷോൾഡറിൻ്റെ അടുക്ക് കട്ട് ചെയ്ത് സ്ലോപ്പ് കൊടുക്കാത്തവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആം ഹോൾ റൗണ്ടിൻ്റെ പകുതി പ്ലസ് ഒരു 1/2 ഇഞ്ച് മാത്രം ചേർത്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്കിപ്പോൾ 9.5 കിട്ടി. ആദ്യം നമ്മൾ ചെസ്റ്റിൻ്റെ ആടെ മാർക്ക് ചെയ്തപ്പോൾ 9.25. ചെറിയൊരു വ്യത്യാസമല്ലേ ഇല്ലു. അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. കണ്ടല്ലോ. അപ്പോൾ ഈടി ഞാൻ മാർക്കിംഗ് കൊടുത്തല്ലോ. 2 മാർക്കിംഗ് നമുക്ക് കിട്ടി. ലൈൻ വരക്കണ്ട നിങ്ങൾ, ഇവിടുന്ന് എടുത്തേക്കും നമ്മൾ മാർക്ക് ചെയ്ത് 2 പോയിന്റ് നമുക്ക് കിട്ടി. മനസ്സിലായല്ലോ ഈ 2 കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്തത് പഠിക്കാം. ഇനി ഇതാ നമുക്ക് ഈടുന്ന ഇടത്തേക്ക് ഒരു ലൈൻ കൊടുത്തേക്കാം. ഇതാ ഇവിടെ ഒരു ലൈൻ ഈ മാർക്ക് ചെയ്ത് ഇടാം. നമ്മളെ ജസ്റ്റ് ചെസ്റ്റ് ലൈൻ പോലെ ഒരു ലൈൻ നമുക്ക് കൊടുക്കാം മനസ്സിലാവാനൊക്കെ വേണ്ടിയിട്ട്. ഇത് നമ്മളെ ചെസ്റ്റ് ലൈൻ. ഓക്കെ. ഇനി അടുത്തത് ഇതാ ഈ മോളിൽ നിന്ന് ഈ താഴോട്ടേക്ക് ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത് നമ്മളെ മേലെ ഭാഗത്ത് നമ്മൾ ബോഡിയിൽ നിന്ന് അളവെടുക്കുമ്പം ഷോൾഡർ ടു മിഡ് വേസ്റ്റ് വരെയുള്ള ലെങ്ത്ത് നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ആ ഒരു കെട്ടുന്നത് അല്ലെങ്കിൽ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുമ്പം കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു മിഡ് വേസ്റ്റ് വരെയുള്ള ലെങ്ത്ത് കൂടെ വേണം. അത് നോക്കിയിട്ടാണ് നമ്മൾ മിഡ് വേസ്റ്റിൻ്റെ 4/1 മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ മിഡ് വേസ്റ്റ് ലെങ്ത്ത് 13 പക്ഷേങ്കിൽ 1 ഇഞ്ചും ചേർത്ത് 14 മാർക്ക് ചെയ്യും. കാരണം ഞാൻ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് 1 ഇഞ്ച് അവിടെ മുകളിൽ തന്നെ നഷ്ടപ്പെട്ട് പോകും. അപ്പോൾ എനിക്ക് പ്രശ്നമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് 14 മാർക്ക് ചെയ്ത് കൊടുത്ത്. എന്നിട്ടിതാ 14 മാർക്ക് ചെയ്തിട്ട് അവിടെ ജസ്റ്റ് ഒരു ലൈൻ കൊടുത്തു. ഞാനിവിടെ ഇലാസ്റ്റിക് വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ മിഡ് വേസ്റ്റിൻ്റെ 4/1 എനിക്കിവിടെ മാർക്ക് ചെയ്യേണ്ട. മിഡ് വേസ്റ്റ് റൗണ്ട് എനിക്കിവിടെ മാർക്ക് ചെയ്യണമെന്നില്ല. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതാ ഹിപ്പ് ലെങ്ത്ത്, ഷോൾഡർ ടു ഹിപ്പ് ലെങ്ത്ത് 19 ആണെങ്കിൽ 20 ഇഞ്ചിൽ 1 ഇഞ്ചും ചേർത്ത് 20 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഹിപ്പിൻ്റെ 4/1 ഞാനവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഹിപ്പിൻ്റെ 4/1 പ്ലസ് ലൂസ്, ഒന്നുകിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ലൂസ് ഒരു 2 ഇഞ്ച് ചേർക്കാം. ഞാനിവിടെ 3/4 ഇഞ്ച് ലൂസല്ല കൊടുക്കുന്നത്,
ഒരു 2 ഇഞ്ച് ഹിപ്പിൻ്റെ 4/1 നോക്കുക, പ്ലസ് ഒരു 2 ഇഞ്ച് ഞാൻ അധികം എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് അവിടെ ഫ്ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടെ കേട്ടോ. ഇനി മിഡ് വേസ്റ്റിൻ്റെ കാര്യം വരുവാണെങ്കിൽ മിഡ് വേസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്യാഞ്ഞത് മിഡ് വേസ്റ്റ് നമ്മളിങ്ങനെ ചുരുക്കി കൊണ്ടുവരിക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മിഡ് വേസ്റ്റിൻ്റെ അളവ് വേണ്ട, ഹിപ്പിൻ്റെയും പിന്നെ ചെസ്റ്റിൻ്റെയും ആ ഒരു അളവ് മാത്രമേ നമുക്ക് വേണ്ടൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്കിവിടെ 38 ഹിപ്പ് വരുന്നത്. അപ്പോൾ 4 കൊണ്ട് ഹരിച്ചപ്പോൾ 9.5 കിട്ടി. ഞാനിവിടെ ഒരു 9.5, 10, ഒരു 11.5 ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് 2 ഇഞ്ചോളം കൂടുതൽ ഇവിടെ വേണം എന്നുണ്ട്. കാരണം ആ ഹിപ്പ് നമ്മൾ കുറച്ച് കൂട്ടിയെടുക്കുന്നതിന് കണക്കായിട്ടായിരിക്കും നമുക്ക് അവിടെ ഫ്ലെയർ കിട്ടാൻ പോകുന്നത്, ചുരുക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വരച്ച് കാണിക്കുമ്പം. ഇപ്പം ഞാൻ ചെയ്ത് ഒന്നും കൂടെ പറഞ്ഞുതരാം. ഹിപ്പിൻ്റെ 4/1 പ്ലസ് ഒരു 2 ഇഞ്ച് കൂട്ടിയിട്ടു. എന്നിട്ട് ഈ മോളിൽ നിന്ന് ഇങ്ങനെ ചെരിച്ച് വര കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു മിഡ് വേസ്റ്റ് ലൈൻ കണ്ടില്ലേ, ആടെ കുറച്ച് സ്പേസ് കിട്ടുന്നത്. ആടെ സ്പേസ് കുറച്ച് കിട്ടിയാലേ നമുക്ക് അതിനെ ചുരുക്കിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. കുറച്ച് കൂടുതൽ ചുരുക്ക് കിട്ടാനാണ് ഹിപ്പിൻ്റെ ആ ഒരു റൗണ്ട് ഞാൻ ഹിപ്പിൻ്റെ കൂടെ ഞാൻ 2 ഇഞ്ചോളം കൂട്ടിയിട്ട് ഇട്ടത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അതിന് വേണ്ടിയിട്ട് മനസ്സിലായോ. അപ്പോൾ ഇവിടെ നമുക്ക് മിഡ് വേസ്റ്റ് റൗണ്ടിൻ്റെ യഥാർത്ഥ നമ്മളെ റൗണ്ട് അളവ് ഹരിക്കണം 4 നോക്കിക്കഴിഞ്ഞാൽ എക്സ്ട്രാ ഇവിടെ കുറച്ച് കൂടുതൽ വരുന്നുണ്ട് കണ്ടില്ലേ. അതാണ് നമുക്ക് ആ ഒരു ചുരുക്കമായിട്ട് നമുക്ക് ഇലാസ്റ്റിക് വെച്ചിട്ട് അല്ലെങ്കിൽ കെട്ടിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഡൗട്ടൊന്നുമില്ലല്ലോ. ഇതാ ഒന്നിക്കിൽ വേണമെങ്കിൽ ഇവിടുന്ന് കുറച്ചും കൂടെ ചെരിച്ചിട്ട് ഹിപ്പിനെ കുറച്ച് വലുതാക്കി കൊടുക്കാം. ഇതാ ഒരു ഇഞ്ച് ഇങ്ങോട്ട് നീട്ടിയിട്ട് ഒന്നും കൂടി ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടേ മിഡ് വേസ്റ്റിൻ്റെ ആടെ കുറച്ചും കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് കണ്ടില്ലേ ഒരു ഇത്തിരി കൂടെ നമുക്ക് ആടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടെ ചുരുക്ക് ആടെ കിട്ടും. അങ്ങനെയാണ് നമ്മൾ ചുരുക്കിനെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് ഹിപ്പിൻ്റെ കുറച്ച് അപ്പുറത്തേക്കും തുണി ആവശ്യമായിട്ടില്ലേ, കഫ്താൻ ടൈപ്പ് അല്ലേ, നമുക്ക് തയ്യൽ തുമ്പ് പോലെ തുണി സൈഡിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതാ രണ്ടാമത് വരച്ചത് കൂട്ടാം അല്ലേ നമുക്ക്. മനസ്സിലായില്ലേ? കുറേ പറഞ്ഞുകൊണ്ട് ഡൗട്ടില്ലല്ലോ. ഇനി നമുക്ക് ഏറ്റവും താഴത്തെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കണം, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത്. അപ്പോൾ മേളിൽ ഹിപ്പിൻ്റെ ഇവിടെ എത്രയാണോ കൊടുത്തത് ആ സെയിം അളവ് മാർക്ക് ചെയ്യുക. ഇങ്ങനെ നോക്കിയിട്ട് ആ സെയിം മാർക്ക് ചെയ്തിട്ട് ഒരു എക്സ്ട്രാ ഒരു 2-3 ഇഞ്ച് നിങ്ങൾക്ക് സൈഡിലേത് നോക്കിയിട്ട് കൂടെ കണക്കാക്കിയിട്ട് ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 3 ഇഞ്ച് ഞാനിതാ എക്സ്ട്രാ എടുത്തു. ഹിപ്പിൻ്റെ അതേ അളവ് മാർക്ക് ചെയ്ത് എക്സ്ട്രാ ഒരു 3 ഇഞ്ച് എടുത്തു. സൈഡിൽ ഒരു 2 ഇഞ്ച് വരുന്ന രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. കാരണം കുറച്ച് വീതി നമുക്ക് താഴെ ഭാഗത്തൊക്കെ വേണ്ടേ, അല്ലെങ്കിൽ നമുക്ക് നടക്കുമ്പോൾ ഒക്കെ തടയും, അങ്ങനത്തെ സീനൊക്കെ ആയിരിക്കും. അപ്പോൾ ഏറ്റവും താഴെ തയ്യൽ തുമ്പ് പോലെ വരാൻ ഒരു 2 ഇഞ്ച് വെച്ചിട്ട് ഞാനിതാ ആ ഒരു വീതി അവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ ഇതുപോലെ. എന്നിട്ട് എല്ലാം കൂടെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്. മെയിൻ ആയിട്ടുള്ള മാർക്കിങ്സ് എല്ലാം കഴിഞ്ഞു. ഇനി നെക്കിൻ്റെ കാര്യങ്ങളാണ് വരുന്നത്. ഇതാ ഇവിടെ നമുക്കെന്താ ഒരു ചെറിയൊരു ചെരിവ് പോലെ ഒരു ഷേപ്പ് കൊടുക്കണം. അപ്പോൾ ഈ തെറ്റത്ത് ഒരു 2 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തേ, ആ തെറ്റത്താണ്. എന്നിട്ടൊരു കേവ് പോലെ ഞാനിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ആ സൈഡിൽ ജസ്റ്റ് ഒന്ന് തൂങ്ങി നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷേപ്പ് പോലെ ഒരു കേവ് ഷേപ്പ് ഞാൻ അവിടെ കൊടുത്തു. കണ്ടില്ലേ നിങ്ങൾ? അതൊന്നും കട്ട് ചെയ്യാൻ മറന്നു പോലെ. കട്ട് ചെയ്യുന്ന ടൈമിൽ ഇത്രയും ആയേ, മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആയി. നമ്മളിതിൻ്റെ നെക്ക് കൊടുക്കുന്നത് ഒരു കോളർ മോഡൽ, വി പോലെ വന്നൊരു കോളർ മോഡൽ ഒരു നെക്ക്, ഒരു പുതിയൊരു മോഡലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീതിയും ലെങ്ത് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. പക്ഷേ വി ആയതുകൊണ്ട് കുറച്ചൊന്ന് വൈഡ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തരാം. ഞാനിപ്പോൾ 2.5 മാർക്ക് ചെയ്ത് 2.25 വേണ്ടുന്നതെങ്കിൽ 2.5 മാർക്ക് ചെയ്യുക, 4 ഇഞ്ച് കുറച്ചിട്ട്. എന്നിട്ട് ഇതാ ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പം പറഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് 5 ഇഞ്ചാണ് വേണ്ടുന്നതെങ്കിൽ 6 ഇഞ്ച് നിങ്ങൾ മാർക്ക് ചെയ്യണം. വി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് കയറി നിൽക്കുന്ന പോലെ നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 6 ഇഞ്ച് നിങ്ങൾക്ക് ലെങ്ത്ത് വേണമെങ്കിൽ നിങ്ങൾ 7 ഇഞ്ച് മാർക്ക് ചെയ്താലേ ബോഡിയിൽ നിങ്ങൾ ഇടുമ്പം കറക്റ്റായിട്ട് കിട്ടത്തില്ലോ. ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ ഇതിനെ ശരിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് 6 ഇഞ്ച് വേണം. അപ്പോൾ 7 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബോക്സ് ഷേപ്പ് വരച്ചിട്ട് ഞാൻ വി പോലെ വരച്ചു കൊടുക്കും. ഇനിയുണ്ടല്ലോ നെക്ക് വിഡ്ത്തും നമുക്ക് കുറച്ച് വൈഡ് ചെയ്ത് കൊടുക്കണം. വി ആകുമ്പം എന്തായാലും നമുക്കൊന്ന് ഭംഗിയിൽ നിൽക്കണമെങ്കിൽ നെക്ക് വിഡ്ത്ത് കുറച്ചൊന്ന് വൈഡ് ചെയ്ത് കൊടുത്താലേ ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് കോളർ കൂടെ വരുമ്പം ഇടുങ്ങി പോകുന്ന പോലെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ 2.5 വിഡ്ത്ത് മാർക്ക് ചെയ്തതിൻ്റെ അപ്പുറത്തേക്ക് എക്സ്ട്രാ ഒരു 3/4 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. എന്നിട്ടായിരിക്കും ഞാൻ ഷേപ്പ് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇടുങ്ങിയ കഴുത്ത് മതി എന്നുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്തോ. പക്ഷേങ്കിൽ നല്ലോണം ഇടുങ്ങിയിട്ടൊന്നും ആക്കിയേക്കരുത്, 2 കൊടുക്കരുത്. എന്തായാലും 2.5 നിങ്ങൾ കൊടുക്കണേ.
ഞാനിതാ 3/4 ഇഞ്ച് 2.5 മാർക്ക് ചെയ്തതിൻ്റെ അപ്പുറത്ത് എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ട് ഒന്ന് വി പോലെ വരക്കുന്നു. ഇങ്ങനെ വി പോലെയല്ല, നമുക്ക് ആ താഴിൽ ഒരു 1/2 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്യാനുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഞാൻ വിട്ടുപോയി അത് ചെയ്യാൻ. ഇപ്പം തന്നെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇതാ ഈ ഒരു താഴെ ഭാഗത്ത് ഈടെ കറക്റ്റ് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. കണ്ടില്ലേ? ആ വി കൊണ്ടുവന്ന് വെച്ചെടുക്കാം. ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ 1/2 ഇഞ്ചിലേക്കാണ് ഞാൻ വി കൊടുത്തത്. കാരണം നമുക്ക് ആ രീതിയിലാണ് നമ്മൾ കോളർ വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഒരു മോഡലാണെന്ന്, അതുകൊണ്ടാണേ. ഇതാ ഇവിടുന്ന് ഇങ്ങനെ കറക്റ്റ് 1/2 ഇഞ്ച് കൂടുതലായി പോലെ, കൂടുതലാക്കിയാൽ നമുക്ക് കോളറിൻ്റെ വീതിയും കൂട്ടേണ്ടി വരും, അങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാണ് നെക്ക് വരുന്നത്. ഇനി ബാക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ? ബാക്ക് നെക്കും ഫ്രണ്ട് പോർഷനിൽ തന്നെ മാർക്ക് ചെയ്ത് നമുക്ക് കൊടുത്തേക്കാം. ബാക്ക് നെക്കിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നിങ്ങൾ കോളർ വെച്ചിട്ട് ചെയ്യുന്നതായതുകൊണ്ട് 1 ഇഞ്ച് മാത്രം ഇറക്കി കൊടുക്കുക. മനസ്സിലായല്ലോ? 1 ഇഞ്ച് ഞാൻ ഇറക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഷോൾഡർ സ്ലോപ്പിന് ചെറുങ്ങനെ കട്ട് ചെയ്ത് പോവും, അതുകൊണ്ട് 1 ഇഞ്ച് ഇറക്കിയത്. ഇനി ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാണ്ട് ചെയ്യുന്നവരാണെങ്കിൽ 1/2 ഇഞ്ച് മാത്രം ബാക്ക് നെക്കിൻ്റെ ഇറക്കം കൊടുക്കുക, കോളർ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ. അല്ലെങ്കിൽ റൗണ്ട് നെക്കോ ഇഷ്ടമുള്ള നെക്ക് നിങ്ങൾക്ക് കൊടുത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നിട്ടിതാ ജസ്റ്റ് ഒരു ഷേപ്പ് കൊടുത്തു. അതിന് ബാക്ക് നെക്കും എന്താ ഫ്രണ്ടിൽ തന്നെ വരക്കുന്നതെന്ന് ചിലരൊക്കെ ചിന്തിച്ചേക്കാം. അത് നമ്മൾ കട്ട് ചെയ്യുമ്പം അത് ശരിയായിക്കോളും. ആദ്യം നമ്മൾ രണ്ടും ചേർത്ത് കട്ട് ചെയ്യും, എന്നിട്ട് ഫ്രണ്ട് പോർഷൻ മാത്രം എടുത്തിട്ട് ഫ്രണ്ടിൽ കട്ട് ചെയ്യുമ്പം ശരിയായിക്കോളും. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഇത്ര വരെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഇതാ നമ്മൾ ആ ഒരു ചെസ്റ്റ് മാർക്ക് ചെയ്തതിൻ്റെ അപ്പുറത്താണ് നമ്മളെ സ്ലീവ് പോർഷൻ ഇങ്ങനെ തൂങ്ങി നിൽക്കുക അല്ലേ? അതറിയാമല്ലോ നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് അവിടെ മാർക്കിംഗ് ഒന്നും ചെയ്യാഞ്ഞത്. ഞാൻ ഈ തുണി കംപ്ലീറ്റ് എടുക്കുന്നതുകൊണ്ടാണ് ഞാനത് പറയാഞ്ഞത്. ഞാൻ ആദ്യമേ പറയേണ്ടതായിരുന്നു. അത് പോട്ടെ. ഇനി ഇതാ സ്ലീവിൻ്റെ ഈടെ നിങ്ങൾ സ്ലീവ് ജോയിൻ ആക്കിയിട്ടാണ് സ്ലീവിൻ്റെ അവിടെ സ്റ്റിച്ച് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? മസിൽ റൗണ്ട് പ്ലസ് 1 ഇഞ്ച് ലൂസും ചേർത്തിട്ട് മാർക്ക് ചെയ്തിട്ട് ഈടുന്ന് ഇങ്ങനെ കൊടുക്കുക. പക്ഷേങ്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പം നിങ്ങൾ കറക്റ്റ് ഈ വരച്ച പോലെ സ്റ്റിച്ച് ചെയ്യരുത്. ഒരു കേവ് ഷേപ്പ് പോലെ ഇട കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഇതാ ഈ ഒരു കേവ് കൂടെ സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ കൈ പൊന്തിക്കാനും താക്കാനും ആവൂല. അത് നിങ്ങൾ ഓർക്കണം. ഇങ്ങനെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യരുതേ. അപ്പോൾ ഇങ്ങനെ സ്ലീവിൻ്റെ ഇട സ്റ്റിച്ച് കൊടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇതേ രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ ആ ഒരു സ്ലീവിൻ്റെ അതൊന്നും നിങ്ങൾ മാർക്ക് ചെയ്യണമെന്നൊന്നുമില്ല. ഇനി അടുത്ത ഇതാ ഈ ഒരു അറ്റത്ത് ഞാൻ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒരു 1/2 ഇഞ്ച് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പുറത്തെ നെക്കിൻ്റെ ആ ഭാഗത്തേക്ക് 1/2 ഇഞ്ച് എടുത്തിട്ട് നെക്കിൻ്റെ പോർഷനിലേക്ക് വരുന്ന രീതിയിലൊരു ഷേപ്പ് ഞാൻ കൊടുത്തല്ലോ. കണ്ടില്ലേ? മനസ്സിലായില്ലേ? അറ്റത്തുനിന്ന് നെക്കിൻ്റെ അടുത്തേക്ക് വരുന്ന രീതിയിലാണ് ലൈൻ കൊടുത്തത്. നമ്മളെ ഷോൾഡർ സ്ലോപ്പ് എന്ന് പറയുന്നത് കൊടുത്തു കഴിഞ്ഞു. ഇവിടെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്നു. കണ്ടില്ലേ? നിങ്ങൾക്ക് സ്ലീവിൻ്റെ ആ ഒരു കാര്യത്തിൽ ഡൗട്ടൊന്നുമില്ലല്ലോ. ആദ്യം നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തിട്ട് ബാക്കി അപ്പുറത്തോട്ടുള്ളത് ഫുള്ള് ഞാൻ സ്ലീവിന് വേണ്ടിയിട്ട് എടുത്തോണ്ടാണ്. സ്ലീവിന് എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ തൂങ്ങി നിൽക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ബാക്കിനൊക്കെ ഞാൻ ആദ്യം ഇങ്ങനെ ആ തുണി ഫുള്ളായിട്ട് എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുമെന്ന്. കുഴപ്പമില്ല, നമ്മളെ ഫ്രണ്ട് നല്ല ഡീപ്പല്ലേ, അതുകൊണ്ട് നമുക്ക് കുഴപ്പം വരുന്നില്ല. ഇനി ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്യുമ്പോൾ എന്താ, ഫ്രണ്ടിൽ ഈ പീസ് മാത്രം എടുത്തിട്ട് കൈ പിടിക്കണം. രണ്ടും കൂടെ ഒരുമിച്ച് കട്ട് ചെയ്തൊക്കെയല്ലേ എല്ലാം തെറ്റിക്കൊള്ളാവും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിന് മുന്നേ ഷോൾഡർ സ്ലോപ്പ് വേണമെങ്കിൽ അത് കട്ട് ചെയ്യാം. നെക്കിൻ്റെ അവിടുന്ന് 1/2 ഇഞ്ച് എടുത്തിട്ട് കട്ട് ചെയ്യണ്ടല്ലോ നമുക്ക്. അവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വന്ന് പിന്നെ 1/4 ഇഞ്ച് പോലെ വന്ന് തറ്റത്തേക്ക് എത്തുമ്പോൾ 1/2 ഇഞ്ച് പോലെ എടുക്കും. അങ്ങനെയാണേ, ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. ഇത് വലിയ പണിയൊന്നുമില്ല. ഞാൻ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുത്തുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ ഇത്രയും വന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നടുക്ക് ഇലാസ്റ്റിക് വെച്ച് ചെയ്യുന്നതുകൊണ്ടും നമുക്ക് കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടെല്ലാം ഉണ്ട്. ഇനി ഇതാ കട്ട് ചെയ്യുന്നതിന് മുന്നേ, നെക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ താഴെ ഒന്നും കൂടെ അറേഞ്ചല്ലേ എടുത്തതെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. എനിക്കും ടെൻഷനുണ്ട്, കാരണം തെറ്റിപ്പോയാലോ, എനിക്ക് വേണ്ടിയിട്ടല്ലല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ നല്ലോണം ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. തെറ്റി കൊളായി പോയാൽ എന്ത് ചെയ്യും? ഇല്ലേ, കഴിഞ്ഞില്ലേ? നെക്ക് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സൈഡൊന്നും പിന്നെ കട്ട് ചെയ്യാനില്ലല്ലോ. തയ്യൽത്തുമ്പെല്ലാം നമുക്ക് ആവശ്യമുണ്ട്. ബാക്കിയുള്ള തുണിയെല്ലാം നമ്മൾ സൈഡിൽ ഇങ്ങനെ നിൽക്കണ്ടേ നമ്മൾ ഈ ഒരു മോഡൽ ഡ്രസ്സ്. അതുകൊണ്ട് നമുക്ക് വേറെ പണിയൊന്നുമില്ല. ഇനി ഇതാ ഈ ഒരു സാധനത്തിൻ്റെ ആവശ്യം നമുക്കുണ്ട്. പക്ഷേങ്കിൽ ഇത് ഈ തുണിയിൽ ട്രേസിങ് വരുമോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കുറച്ച് കഷ്ടപ്പെടുന്ന തോന്നുന്നത്. നോക്കട്ടെ. എന്തായാലും നിങ്ങൾക്ക് പോളിസ്റ്റർ ടൈപ്പ് തുണിയാണെങ്കിൽ നല്ല ഭാഗത്ത് തന്നെ നിങ്ങൾ മാർക്ക് ചെയ്തോ. വെറുതെ കഷ്ടപ്പെടണ്ട നിങ്ങൾ എന്നെ പോലെ. ഇതാ കറക്റ്റ് സ്ലീവിന് നിങ്ങൾ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അതടക്കം ട്രേസ് ചെയ്യണം. അല്ലെങ്കിൽ ആ ഒരു പോയിൻ്റിൽ നിന്ന് ചെസ്റ്റ് മാർക്ക് ചെയ്ത് ഈ പോയിൻ്റിൽ നിന്ന്
താഴോട്ടേക്ക് ട്രേസ് ചെയ്താൽ മതി. ഫുള്ള് ഞാൻ ഈ സാധനം വെച്ചിട്ട് ശക്തിയിൽ അങ്ങോട്ട് വരച്ചു കൊടുക്കുകയാണ്. കാരണം അതിൻ്റെ ട്രേസിങ് ആ 4 മടക്കുകളിലും 4 ഷീറ്റല്ല എന്താ പറയുക 4 തുണീൻ്റെ പീസിലും വരണം അതിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കുറച്ച് ടൈം എടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കും, അല്ലാണ്ട് നമുക്ക് വേറെ വഴിയില്ലല്ലോ. താഴെ ഭാഗത്തും മിഡ് വേസ്റ്റിൻ്റെ ആടെയും ഹിപ്പിൻ്റെ ഒന്നും നമുക്ക് വേണ്ട കേട്ടോ. മിഡ് വേസ്റ്റിൻ്റെ ആടെ നമുക്ക് എന്തായാലും മാർക്കിംഗ് ചെയ്ത് കൊടുക്കണം. പണി കിട്ടിയെന്നാണ് തോന്നുന്നത്. ചെറിയ രീതിയിൽ മാത്രമേ ട്രേസിങ് ആടെ വരുന്നുള്ളൂ. നല്ല വൃത്തിക്ക് എനിക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഇങ്ങനത്തെ തുണി ആയതുകൊണ്ടാണ് തോന്നുന്നത്. എന്നാലും നോക്കാം. അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും നല്ല ഭാഗത്തും കൂടെ നമുക്ക് വേണ്ട മാർക്കിങ്സ് ഞാൻ ചെയ്തു കൊടുക്കും. നിങ്ങളും ഇതുപോലെ നോക്കിയും കണ്ടും ചെയ്യണേ. നല്ല ഭാഗത്ത് നമുക്ക് മിഡ് വേസ്റ്റിൻ്റെ ആ ഒരു ലൈനും കാര്യങ്ങളും പിന്നെ സൈഡിലത്തെ ആ ഒരു ജോയിൻ ചെയ്യേണ്ടതും അത്രേ വേണ്ടൂ. ഓക്കെ, ഇതെല്ലാം എടുത്ത് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കുന്നുണ്ട്. ബാക്ക് പാർട്ടിൽ നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം ആദ്യം തന്നെ. അപ്പോൾ ബാക്ക് പാർട്ടിൽ സൈഡ് ജോയിനിങ്ങിൻ്റെ ആ മാർക്കിങ്ങും പിന്നെ മിഡ് വേസ്റ്റിൻ്റെ മാർക്കിങ്ങും മോശം ഭാഗത്ത് വന്നാൽ മതി. മോശം ഭാഗത്ത് നമ്മൾ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നത്. എന്തായാലും നേരെ രീതിയിലിടെ ആ ഒരു ട്രേസിങ് വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുകളിലേ വരച്ചു കൊടുക്കും. നിങ്ങളും ഇതുപോലെ ഞാനിനി എല്ലാം ട്രേസ് ചെയ്തെടുത്തിട്ടായിരിക്കും നിങ്ങളെ കാണിക്കുന്നത്. കാരണം കുറച്ച് പണിയുണ്ട് എനിക്കിത്. ഇതാ ബാക്ക് പാർട്ടിൽ മോശം ഭാഗത്താണ് ഞാനിതാ മാർക്കിങ്സ് ചെയ്തത്. മോശം ഭാഗത്തും നമുക്ക് മാർക്കിങ്സ് വേണം. ഇതുപോലെ മാർക്കിങ്സ് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇലാസ്റ്റിക് എടുക്കുന്നതിൻ്റെ അളവ് എത്രയാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. നമ്മൾ ഈ ഒരു ലൈൻ എത്രയാണോ, നമ്മളെ മിഡ് വേസ്റ്റിൽ എടുത്ത ലൈൻ എത്രയാണോ ഇല്ലേ നോക്കുക. എന്നിട്ട് നമ്മളെ യഥാർത്ഥ മിഡ് വേസ്റ്റ് റൗണ്ട് നോക്കുക, അതിൻ്റെ പകുതി എടുക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കുക, അതിൻ്റെ പകുതിയും ഇതും വെച്ച് നോക്കുമ്പം എത്ര പോരെ അധികം വരുന്നുണ്ട് നോക്കിയിട്ട് അതിന് കണക്കായിട്ട് കറക്റ്റ് നമ്മളെ മിഡ് വേസ്റ്റ് റൗണ്ട് ബോഡിയിൽ നിന്ന് എടുത്ത മിഡ് വേസ്റ്റ് റൗണ്ടിൻ്റെ പകുതി മാത്രമേ നിങ്ങൾ ഇലാസ്റ്റിക് ഇവിടെ എടുത്തു കൊടുക്കേണ്ടൂ. അപ്പോൾ ഇത് നമുക്ക് അളന്ന് നോക്കാമല്ലോ. ഇത് നമുക്ക് 22 വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ബോഡിയിൽ നിന്ന് എടുത്ത മിഡ് വേസ്റ്റ് റൗണ്ട് 32 ആണ്. 32ൻ്റെ പകുതി എടുക്കുക. കാരണം ഈ ഒരു ഒറ്റ പീസ് തുണി മാത്രമല്ലേ ഞാൻ എടുത്തിട്ടില്ലോ. അപ്പോൾ പകുതി എടുക്കുക. 4-ലൊന്നും വേണ്ട, നമ്മൾ 4ആയി മടക്കിയിട്ടൊന്നുമില്ല. ഒരു ബാക്ക് പാർട്ട് മാത്രം എടുത്തപ്പോൾ പകുതി 32ൻ്റെ പകുതി 16. അപ്പോൾ 16 നമുക്കിവിടെ ശരിക്കും വേണ്ടു. പക്ഷേ ഇവിടെ 22 ഉണ്ട്. അപ്പോൾ ഒരു 6 ഇഞ്ച് അധികം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ചുരുക്കി കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇലാസ്റ്റിക് എടുക്കേണ്ടത് നിങ്ങൾക്ക് ഒന്നുകിൽ 15 എടുക്കാം, അല്ലെങ്കിൽ 16 എടുക്കാം. 16നേക്കാൾ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. 15 എടുത്തു കഴിഞ്ഞാൽ ഒരു ഇത്തിരി കൂടെ ടൈറ്റായിട്ട് നിൽക്കും. 14 എടുത്തു കഴിഞ്ഞാൽ നല്ലോണം ടൈറ്റായിട്ട് നിൽക്കും. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ 15 ഇഞ്ചിലായിരിക്കും ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ഇലാസ്റ്റിക്കിൻ്റെ വീതി ഇത് 1/4 ഇഞ്ച് വീതി വരുന്ന കുഞ്ഞ് ഇലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. 1/2 ഇഞ്ചാണെങ്കിൽ 1/2 ഇഞ്ച് എടുക്കാം. എങ്ങനെ വേണമെങ്കിലും എടുക്കും. 1 ഇഞ്ചിൻ്റെ എടുത്തു കഴിഞ്ഞാൽ വേറെ ഒരു മോഡലിൽ ഉണ്ടാവും, കുറച്ച് വീതിയിൽ ഇങ്ങനെ നിൽക്കും. അതും ഡ്രസ്സൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ ഇതെടുത്തത് എൻ്റെ കയ്യിൽ ഇതില്ലോണ്ട് എനിക്കിതെടുക്കാമെന്ന് വിചാരിച്ച്. ഇതാ കണ്ടല്ലോ, ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിനെ ആയിരിക്കും നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം ബാക്ക് പാർട്ടിൽ. അപ്പോൾ സിമ്പിളായി നമുക്ക്. പക്ഷേങ്കിൽ നമുക്ക് അത്ര അധികം നീറ്റൊക്കെ ഉണ്ട്. എന്നാലും ഒരു തുണി വെച്ച് ഈ ഒരു ഇലാസ്റ്റിക് കാണാത്ത രീതിയിൽ നമുക്ക് ആക്കുന്നത് ഇന്ന് ചെയ്യാം. അങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. ഒന്നുകിൽ സിമ്പിളായിട്ട് ഇങ്ങനെ ഇലാസ്റ്റിക് വലിച്ച് പിടിച്ച് ഇവിടെ സ്റ്റിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചുരുക്ക് വീകും. അറിയാലോ, വലിച്ച് പിടിക്കണം. നല്ലോണം വലിക്കരുത്, ഒരു അത്യാവശ്യം വലിച്ച് പിടിക്കുക. കാരണം 15 ഇഞ്ച് നീളം ഉണ്ട് ഇലാസ്റ്റിക്കിന്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു തുണി എടുക്കുക. ഒരു ഇഞ്ച് വീതിയുള്ള തുണി എടുത്ത് ഇങ്ങനെ മടക്കി 2 സൈഡും മടക്കി ഇവിടെ കവർ ചെയ്ത് ഇലാസ്റ്റിക് കാണാത്ത രീതിയിൽ നമുക്ക് ആക്കി കൊടുക്കാം. ഇപ്പം നമുക്ക് ആ രീതിയിൽ ചെയ്യാം. അതും കൂടെ പഠിക്കാമല്ലോ നമുക്ക്. ഇനി ഇതാ ഞാനൊരു നീളത്തിലുള്ള ഒരു തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തുണിൻ്റെ വീതി ഞാൻ 1 ഇഞ്ചാണ് എടുത്തത്. ഇത് നമുക്ക് 2 സൈഡും മടക്കിയിട്ട് ആ ഒരു മിഡ് വേസ്റ്റിൻ്റെ ആ ലൈനിന് നേരെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇലാസ്റ്റിക് നമുക്ക് ഇട്ട് കൊടുക്കണം. അല്ലെ ഇലാസ്റ്റിക് വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാനും പറ്റും. പക്ഷേങ്കിൽ നിങ്ങൾ ലാസ്റ്റ് പിന്നെടുത്ത് വെച്ച് ഇലാസ്റ്റിക് കയറ്റി കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതാ ഈ ഒരു തുണീനെ ഇതെങ്ങനെ വേണമെങ്കിലും വെക്കാം. നല്ല ഭാഗമോ മോശം ഭാഗമോ കുഴപ്പമില്ല. എന്തായാലും ബാക്ക് ഭാഗത്ത് മോശം ഭാഗത്താണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ജസ്റ്റ് നമ്മളിതാ ഇതുപോലെ ഒരു ഭാഗം മടക്കിയിട്ട് വെക്കുക. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങും കൂടെ ഒന്ന് മടക്കി വെച്ച് കൊടുത്താലേ അവിടെ നീറ്റായിട്ട് നിൽക്കുള്ളൂ. അതാ ഞാൻ കാണിച്ചു തരാം ഒന്നും കൂടെ. ഇതാ നോക്കണേ,
ഇതുപോലെ ആദ്യം ഇതിൻ്റെ ഒരു മടക്കോ രണ്ട് മടക്കോ എങ്ങനെ വേണമെങ്കിൽ മടക്കിക്കോ, അല്ലെങ്കിൽ ഒറ്റ മടക്ക് മടക്കിയാൽ മതി. എന്നിട്ട് മടക്കി വെച്ച് എന്നിട്ട് ഒരു സൈഡ് ഒന്ന് മടക്കുക. ഇതുപോലെ മടക്കിയിട്ട് ആദ്യം ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് മറ്റേത് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ആ ഒരു ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇലാസ്റ്റിക് കയറ്റിയിട്ട് ഇലാസ്റ്റിക് രണ്ട് തറ്റത്തും ഒന്ന് സ്റ്റിച്ച് കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നില്ലേ? ആദ്യം ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്യുന്നൊന്നും കാണിക്കുന്നില്ല. ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് ഇവിടെ ഒന്ന് മടക്കിയിട്ട് ഈ മേലെ ഭാഗത്ത് സ്റ്റിച്ച് കൊടുത്തു. ഇനി ഇപ്പുറത്തെ ഭാഗവും മടക്കിയിട്ട് താഴെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അവിടെ ഒരു ഹോള് പോലെ വെക്കണേ, അവിടെ സ്റ്റിച്ച് ചെയ്ത് മൂടിയേക്കരുത്. ഇവിടെ ഒരു ഹോള് പോലെ വെക്കണം ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ താഴെ ഭാഗത്തും സ്റ്റിച്ച് ഇട്ടിട്ട് കാണിക്കാം. താഴെ ഭാഗവും സ്റ്റിച്ച് ഇട്ടു. ഇനി പിൻ വെച്ചിട്ട് ഇലാസ്റ്റിക്കിൽ കുത്തിക്കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തെടുക്കാം നമുക്ക്. ഞാനിത് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത് ശ്രദ്ധിച്ച് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ എന്തെന്നായാലും നിങ്ങൾ കമൻറ്റ് എഴുതണം കേട്ടോ. കമൻറ്റ് എനിക്ക് വായിക്കണം. നല്ലതാണെങ്കിലും ശരി, മോശമാണെങ്കിലും ശരി. പിന്നെ ഇത് നമ്മളെ ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നത് തന്നെയാണ് നമ്മളെ കുർത്തി ക്ലാസ്. ലാസ്റ്റത്തെ ക്ലാസ്സാണിത്. ഇത് കഴിഞ്ഞാൽ വീണ്ടും സ്റ്റിച്ചിങ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യും. വീണ്ടും ആദ്യം മുതലേ സ്റ്റാർട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. നിങ്ങൾ എന്തായാലും ആദ്യത്തെ ക്ലാസ്സുകളെല്ലാം കാണുക. നമ്മളെ തിയറി ക്ലാസ്സും ഷോൾഡർ കാൽക്കുലേഷനൊക്കെ സ്റ്റാർട്ടിങ് ക്ലാസ്സുകളിലാണ് ഉള്ളത്. പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്, അത് നോക്കിയാൽ മതിയേ. ഇലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇലാസ്റ്റിക് ഊരിപ്പോകാണ്ട് രണ്ട് സൈഡിലും സ്റ്റിച്ച് ഇട്ടിട്ട് ഒന്ന് ഉറപ്പിച്ചു കൊടുക്കണം ഇലാസ്റ്റിക്കിനെ. ആ രണ്ട് സൈഡിലും നമ്മൾ കയറ്റിയ ആ സൈഡില്ലേ, അവിടെ ഇലാസ്റ്റിക് ഇതുപോലെ വലിക്കുക. ഉള്ളിലേക്ക് കയറിപ്പോലെ കുറച്ച് ഉള്ളിൽ കയറിപ്പോയി. ഞാൻ എന്തായാലും അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലെവലാക്കും. എന്നിട്ട് ആ ഇലാസ്റ്റിക്കിനെ മുട്ടിച്ചിട്ട് തന്നെ സ്റ്റിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പണിയായിരിക്കും. ഇലാസ്റ്റിക് ഒരു ലേശം പുറത്ത് കാണുന്ന രീതിയിൽ വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് കൊടുത്തോ. നല്ല ഉറപ്പിൽ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക രണ്ട് സൈഡിലും. നല്ല ഇലാസ്റ്റിക് അവിടെ നിൽക്കുകയുള്ളൂ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ബാക്ക് പാർട്ട് നമ്മളിങ്ങനെ ചെയ്തെടുത്തു, കണ്ടില്ലേ? ഇനി നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് കെട്ടുന്ന ഡോറി വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കെട്ടുന്ന നാട ഇട്ടിട്ട് ഇങ്ങനെ പിടിച്ച് കെട്ടുന്ന രീതിയിലാക്കാം. ഇനി വേണമെങ്കിൽ ഇലാസ്റ്റിക് ഇതുപോലെ വലിച്ച് നിങ്ങൾ പിടിക്കുക. ഇതിങ്ങനെ വലിച്ച് പിടിച്ചിട്ട് ഇതിൻ്റെ നടുവേ കൂടെ വേണമെങ്കിൽ സ്റ്റിച്ചിട്ട് കൊടുക്കാം, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ മതി. പക്ഷേ വലിച്ച് പിടിക്കണം, അല്ലെങ്കിൽ പിന്നെ തെറ്റിപ്പോകും. ഇനി ഫ്രണ്ട് പാർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ മിഡ് വേസ്റ്റിൻ്റെ ഈ നടുക്ക് ഒരു കുഞ്ഞ് ഹോൾ ഇട്ട് കൊടുക്കാനുണ്ട് നമുക്ക്. ഇതുപോലെ ശ്രദ്ധിച്ചിട്ട്, ഇത് നിങ്ങൾ തെറ്റിച്ചേക്കരുത്, ഫ്രണ്ട് പോർഷനാണ്. ഹോള് നല്ല വലുതായി കഴിഞ്ഞാലൊക്കെ നമുക്ക് കുറച്ച് പണിയാണ്. ചെറുതായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനെ വലുതാക്കി കൊടുക്കാം. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യണം. ഇനിയിപ്പോൾ ഇത് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ഫ്രണ്ടിലും ഇലാസ്റ്റിക് തന്നെ വെച്ച് കൊടുത്തേക്ക്, തെറ്റിക്കരുത്. ഇപ്പം ഞാൻ ചെയ്ത് കണ്ടല്ലോ, ഒരു കുഞ്ഞു ഹോള്. ഇത്ര തന്നെ സത്യം പറഞ്ഞാൽ വേണ്ട, ഇതന്നെ കുറച്ച് വലുതാണ്, പക്ഷേ കുഴപ്പമില്ല. ഇനി ഒരു പീസ് തുണി കൂടെ നമുക്ക് എടുക്കണം. ഒരു കുഞ്ഞു തുണി എടുത്തിട്ടുണ്ട്, റൗണ്ട് ഷേപ്പിൽ. ഇനി ഇതിൻ്റെ തറ്റമൊക്കെ നിങ്ങളൊന്ന് മടക്കി അടിക്കണം, അല്ലെങ്കിൽ ലാസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ ഇതുപോലെ മടക്കി അടിച്ചിട്ട് ലാസ്റ്റ് നമുക്ക് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാനുള്ള രീതിയിലാക്കാം. ഇതുപോലെ ഒരു തുണി എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, ഇവിടെ ഇങ്ങനെ വെച്ചിട്ടൊരു പിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യണം. ഇങ്ങനെ ഇപ്പുറത്തെ ഭാഗത്ത് തിരിച്ചു വെച്ചിട്ട് ആ റൗണ്ടിന് ചുറ്റും ഒരു 1/4 ഇഞ്ച് വരുന്ന രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു ആടെ വെച്ച തുണി നീങ്ങിപ്പോകാണ്ടിരിക്കാനാണ് അപ്പുറത്തെ ഭാഗത്തൊരു പിൻ ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞത്. ഇതുപോലെ വെച്ച് ഇനി ഈ മോശം ഭാഗത്തുനിന്ന് ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുക. ഞാൻ സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കത്രിക എടുത്തിട്ട് ആ നടുവിലുള്ളത് അങ്ങ് കട്ട് ചെയ്ത് കളയാം. സൈഡിലുള്ള കളയണ്ട, നടുവിലുള്ളത് മാത്രം ഒന്ന് കത്രിക ഇട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡും ഒന്നിങ്ങനെ കട്ട് ചെയ്ത രീതിയിലാക്കിയിട്ട് നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാനാണ്. ഞാൻ നേർക്ക് കാണിച്ചു തരാം, നിങ്ങൾ വെയിറ്റ് ചെയ്യ്. നോക്കണേ, ഇതുപോലെ കത്രിക എടുത്തിട്ട് ഒന്നവിടെ കട്ട് ചെയ്തു. എന്നിട്ട് സൈഡിലെല്ലാം ഓരോ കുഞ്ഞു കുഞ്ഞു കട്ടിങ്സ് കൊടുക്കുന്നുണ്ട്. കാരണം ഈ ഒരു പീസിനെ നമുക്ക് മോശം ഭാഗത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാനുണ്ട്. എന്നാലല്ലേ നമ്മൾ ആ ഒരു ഹോള് കുറച്ച് നീറ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഹോൾ ഇങ്ങനെ കട്ട് ചെയ്ത രീതിയിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ പീസൊക്കെ വെക്കാൻ ഞാൻ നിങ്ങളോടത്ത് പറയുന്നത്. ഇനി പീസിന് ഞാനിതാ മോശം ഭാഗത്തേക്ക് ഇങ്ങനെ ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതാ ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യമേ പറഞ്ഞത്, അതിൻ്റെ വക്കെല്ലാം ഒന്ന് മടക്കി അടിച്ച് കൊടുത്തോളൂന്ന്. ഇനി ഇതൊന്ന് അയൺ ചെയ്തെടുക്കും. നന്നായിട്ട് അയൺ ചെയ്തെടുത്തിട്ട് ഒരു പ്രസ്സിങ് സ്റ്റിച്ച് ഈ നല്ല ഭാഗത്തു കൂടെ ആ ഹോളിന് ചുറ്റും വരുന്ന രീതിയിലൊന്ന് കൊടുക്കും, ഒരു നീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. പ്രസ്സിങ് സ്റ്റിച്ചെല്ലാം നിങ്ങൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നതൊന്നും കാണിക്കാത്തത്. ഒന്ന് അയൺ ചെയ്തെടുത്തിട്ട് വരട്ടെ.
ഞാനിതാ ഒന്ന് അയൺ ചെയ്ത് അവിടെ സ്റ്റിച്ച് വട്ടത്തിലിട്ടിട്ടുണ്ട്. ചെറുങ്ങനെ ഒരു വൃത്തികേട് പോലെ ഉണ്ട്. എൻ്റെ സ്റ്റിച്ച് ഒരു ഇത്തിരി കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ്. ഇതാ ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടല്ലോ, ഒന്ന് മടക്കി അവിടെ ഹെം ചെയ്ത് കൊടുക്കുന്നത് ചെയ്യാം. പിന്നെ കുഴപ്പമില്ല, നമുക്ക് ഇനി കുഴപ്പമൊന്നുമില്ല. അവിടെ ഒരു പീസ് കൂടെ വരുമ്പോൾ അത് ഓക്കെ ആയിക്കോളും. വലിയ തിരക്കേടൊന്നും ഇല്ല നമുക്കതൊന്നും. ഇതാ ഹോള് ഞാൻ ചെയ്തെടുത്ത കണ്ടല്ലോ. ഇതുപോലെ നിങ്ങൾക്ക് കഴിയാവുന്നത്ര നീറ്റ്നെസ്സിൽ നിങ്ങൾ ചെയ്തോളൂ. പിന്നെ സെയിം കളർ ത്രെഡ് എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. എൻ്റെത് ലേശം മാറ്റമാണ്. ഇനി ഇതാ ഈ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. ഈ തുണി നമ്മൾ നേരത്തെ ബാക്ക് പാർട്ടിൽ ഇലാസ്റ്റിക് വെക്കാൻ ഒരു പീസ് ആദ്യം വെച്ച് കൊടുത്തില്ലേ, അതുപോലെ ഇതാ ഇതിൻ്റെ മോശം ഭാഗത്ത് അതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനത് ചെയ്തിട്ട് കാണിക്കാം. ഇവിടെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ രണ്ട് സൈഡ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് അവിടെ ഒരു ഹോള് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഹോള് വെച്ചാൽ ആ ഹോളിൻ്റെ അപ്പുറത്തേക്ക് കൂടെ നമ്മൾ ഈ മടക്കിയത് നല്ല ഭാഗത്ത് ഇങ്ങനെ കാണൂലേ എന്നുള്ള ഒരു പ്രശ്നം നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ നടുക്ക് ഹോളിൻ്റെ അവിടെ എത്തുമ്പം ഒരു പീസ് ഓപ്പോസിറ്റ് തിരിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ അവിടെ വെച്ചിട്ടായിരിക്കും ഈ ഒരു നീളത്തിലുള്ള പീസ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അത് നീറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ മനസ്സിലാവുമൊന്നുമില്ല. അതായത് ഞാൻ ഈ ഒരു പീസിനെ എടുത്ത് നമ്മൾ നടുക്ക് ഭാഗത്ത് വരുമ്പം ഇനി ഇങ്ങനെ മടക്കുക. ഇതാ ഈ ഒരു പീസിനെ മടക്കിയിട്ട് എന്ത് ചെയ്യുക, ആ നടുക്ക് ഇതാ ഈ ഒരു പുറത്തോട്ടേക്ക് മടക്കിയിട്ട് ഇങ്ങനെ വെക്കുക. ഈ ഒരു പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക, അത് അങ്ങോട്ടേക്കും ഉള്ളോട്ടേക്കും ഇങ്ങനെ മടക്കിയിട്ടല്ലേ വെക്കുക. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ടും ഇങ്ങനെ അങ്ങോട്ടും ഒക്കെ ഇങ്ങനെ പീസ് വരുമ്പം നമ്മൾ നല്ല ഭാഗത്ത് കാണൂല, ആ രീതിയിലാകും. ഇതാ ഞാൻ സ്റ്റിച്ച് ചെയ്തത് കണ്ടല്ലോ, നല്ല ഭാഗത്തൊക്കെ നീറ്റായിട്ട് വരുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുത്തു. നമുക്ക് രണ്ട് നാടയാക്കിയിട്ട് എടുക്കണം. അങ്ങേ ഭാഗത്ത് നിന്ന് കയറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഹോള് കൂടെ അതിനെ പുറത്തേക്ക് എടുക്കും. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് എടുക്കാൻ പറ്റും. ഞാനത് ഡോറി കൂടെ ആക്കിയിട്ടായിരിക്കും നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നമ്മളെ ആ ഒരു ഡോറി അല്ലെങ്കിൽ കെട്ടുന്ന ആ ഒരു നാടയാക്കാൻ ഇതുപോലെ ഒരു പീസ് തുണി എടുക്കുക. ഒരു ഇഞ്ച് വീതിയുള്ള എടുക്കുക. എന്നിട്ട് ആദ്യം ഇങ്ങേ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് കുത്തനെ അങ്ങ് സ്റ്റിച്ച് കൊടുക്കുക. അതൊരു 1/4 ഇഞ്ചിലധികം വീതി എടുത്തിട്ട് മതി സ്റ്റിച്ച് ചെയ്തത്. 1/4 ഇഞ്ച് ആദ്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചിടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതാ ഞാനിത് ആദ്യമേ ക്ലാസ്സുകളിൽ കാണിച്ചു തന്നുകൊണ്ടാണ് ഇപ്പം ഡീറ്റെയിൽഡായിട്ട് കാണിക്കാത്തത്. ഇതാ ഒന്നും കൂടെ നോക്കണേ നിങ്ങൾ. ഈ ഒരു സൈഡ് ഇതാദ്യം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പിന്നെ കുത്തനെ സ്റ്റിച്ച് കൊടുത്തു. അപ്പോൾ ഈ സൈഡിൽ അധികം വരുന്നേന നമുക്ക് കട്ട് ചെയ്ത് ലെവലാക്കണം. ഈ സൈഡിലൊക്കെ ഇങ്ങനെ കൂടുതലധികം സ്റ്റിച്ചിൻ്റെ അപ്പുറത്ത് വരുമ്പം നമുക്കത് തിരിച്ചിടാൻ ഭയങ്കര പ്രശ്നമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്തുകൂടെ കട്ട് ചെയ്യുക. 2 പ്രാവശ്യം ഞാൻ സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് സൈഡിലെയൊക്കെ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ തിരിച്ചിടുമ്പോൾ അതൊക്കെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് സ്റ്റിച്ച്. നമുക്കിത് 2 രീതിയിൽ ചെയ്യാം. ഒരു പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഇറുക്കിലെടുത്തിട്ടും ചെയ്യാം. ഞാൻ ഈ ഇറുക്കിലെടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ ആദ്യം ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്ത ഭാഗമില്ലേ, ഇതാ ഇവിടെ ഇങ്ങനെ കുത്തി കൊടുക്കുക. ആ മുകളിലൊരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടില്ലേ, എന്നിട്ടല്ലേ കുത്തനെ സ്റ്റിച്ച് ചെയ്തത്. ആ സ്റ്റിച്ച് ഇട്ട് കൊടുത്ത ആടെ ഇറുക്കിലിങ്ങനെ കുത്തിയപ്പോൾ ഇതാ അത് ഉള്ളോട്ടേക്ക് പോയി. കണ്ടില്ലേ, സ്റ്റിച്ച് കൊടുത്ത ഭാഗത്താണേ. അപ്പോൾ ഉള്ളോട്ടേക്ക് പോയി. അതാ ഇതേപോലെ ഞാൻ ചെയ്യുന്ന കണ്ടില്ല, ഇങ്ങനെ വലിച്ച് കൊണ്ടുവരാൻ പറ്റും. ചില തുണിയിൽ കുറച്ച് പണിയായിരിക്കും. ഇങ്ങനത്തെ ഒരു സിൽക്കി ടൈപ്പ് തുണിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ആവലുണ്ട്. എന്നാലും ശ്രദ്ധിക്കുക, സൈഡിലൊക്കെ കൂടുതൽ കിടക്കുന്നുണ്ടെങ്കിൽ ആവില്ല നമുക്ക് വൃത്തിക്ക്. ഇതേപോലെ ഞാൻ 2 എണ്ണം ചെയ്തെടുക്കുന്നുണ്ടേ. ഇതാ ചെയ്ത് ഏറ്റവും അറ്റത്തേക്ക് എത്തിയപ്പോൾ ആടെ നിന്ന് കട്ട് ചെയ്തിട്ട് ആ ഇറുക്കിലിനെ പുറത്തെത്തിച്ചു. അപ്പോൾ ഇതുപോലെ ഒന്നും കൂടെ നമുക്ക് ചെയ്തെടുക്കാനുണ്ട്. ഇതുപോലെ 2 എണ്ണം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നാടേനെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ടിൽ നിന്ന് മോശം ഭാഗത്തു നിന്ന് ഇങ്ങനെ പിന്നൊക്കെ നാടേ കുത്തിയിട്ട് നമ്മൾ ആ ഒരു ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ പലർക്കും ഇവിടെ ഒരു തെറ്റ് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ നാട ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഞാനും ഇപ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു തരാം തെറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഹോളിൻ്റെ അവിടെ ഒരു പീസ് കൂടെ വെച്ചിന് അല്ലേ, ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട്. ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പീസിൻ്റെ ആടെ എത്തുമ്പോൾ നമുക്ക് ചിലപ്പോൾ പിന്നെ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ പുറത്ത് വരാണ്ട് ആ ഒരു പീസ് വെച്ച തുണീൻ്റെ അടിയിലൂടെ പോവും. പക്ഷെ അങ്ങനെ ചെയ്യരുത്, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ആ ഒരു ഹോളിൻ്റെ ആടെ എത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നിൻ്റെ അടിയിൽ തന്നെ ആ ഒരു പീസ് തുണി വരുന്ന രീതിയിൽ പിന്ന് കയറ്റാൻ ശ്രദ്ധിച്ചാൽ മതി. ആ ഉള്ളിലേ എടുക്കുമ്പം 1-2 പ്രാവശ്യം ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ അത് തെറ്റാൻ പോകുന്നില്ല. എനിക്കും ആദ്യം അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ രണ്ടാമതൊന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ആ ഹോളിൻ്റെ ആടെ എത്തുമ്പോൾ ആ ഒരു പീസ് വെച്ച് തുണി മനസ്സിലാക്കിയിട്ട് അതിൻ്റെ മുകളിലൂടെ തന്നെ പിന്നെ വരാൻ നോക്കിയതുകൊണ്ട് ഇതാ ഈ ഒരു ഹോളിൽ കൂടെ എനിക്ക് നാടനെ പുറത്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുണ്ട്. ഇതാ നിങ്ങൾ നോക്കണേ,
കണ്ടില്ലേ? ഇതാ പിന്ന് പുറത്ത് വന്നിട്ടുണ്ടേ. ഇതാ കണ്ടില്ലേ? ഇതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ആ ഒരു പിന്നിൻ്റെ അടിയിൽ കൂടെ ആ തുണി വരുന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തെറ്റ് വരില്ല. എന്നിട്ട് ഇതുപോലെ വലിച്ചാക്കുക. എന്നിട്ട് മോശം ഭാഗത്ത് കൊണ്ടുപോയിട്ട് ആ നാടേൻ്റെ ഏറ്റവും അറ്റം ഭാഗം ഒന്ന് ഉറപ്പിച്ച് കൊടുക്കുക. ആ ഒരു ഹോള് കയറ്റിയ ഭാഗമില്ലേ, ഹോളിൻ്റെ ആ ഭാഗം ഫസ്റ്റത്തെ ആ നാടേനെ ലെവൽ ചെയ്തിട്ട് ആ ഒരു നാടയാടെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഉറപ്പിച്ച് കൊടുക്കുക. ഉള്ളിലേക്ക് പോയേക്കരുത് നാട. ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. ഇനി ഞാൻ അപ്പുറത്തെ ഭാഗവും ചെയ്തെടുക്കട്ടെ. ഈ ഒരു നാട നമ്മൾ 2 സൈഡും ഇട്ട് കൊടുത്തിട്ട് ഇത്ര വരെ ചെയ്ത് വെച്ച് ഇനി നെക്കും പിന്നെ സൈഡ് ജോയിൻ ചെയ്യൽ, താഴെ ഭാഗം മടക്കി അടിക്കൽ, ലേസ് വെക്കൽ, അങ്ങനത്തെ കുറച്ചധികം പരിപാടികളുണ്ട്. അത് നമുക്ക് കുറച്ച് ടൈം എന്തായാലും വേണം. അപ്പോൾ എല്ലാം കൂടി ഇന്നത്തെ ക്ലാസ്സിൽ കാണിക്കാൻ പറ്റില്ലല്ലോ, ഇതിപ്പോൾ തന്നെ അരമണിക്കൂർ കഴിഞ്ഞില്ലേ. അതുകൊണ്ട് അത് നമുക്ക് 3ാമത്തെ ക്ലാസ് ആയിട്ട് അടുത്ത ദിവസം തന്നെ പഠിക്കാം. അപ്പോൾ ഈ 2 സൈഡിലും ഞാൻ സ്റ്റിച്ച് കൊടുത്ത് നാടേനെ ഉറപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്ര വരെ എല്ലാവരും ചെയ്ത് വെക്കുക. നമ്മൾ സ്റ്റിച്ചിങ് ക്ലാസ് പോലെ എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് 3 ക്ലാസ്സൊക്കെ ഒരു കുർത്തിക്ക് വേണ്ടി വരുന്നത്. നിങ്ങൾ അതുകൊണ്ടൊന്നും വിചാരിക്കരുത് കേട്ടോ. 3ആയിട്ട് നമുക്ക് പഠിക്കണം, അല്ലെങ്കിൽ എല്ലാം ഒറ്റ ക്ലാസ്സിൽ ആയിക്കഴിഞ്ഞാൽ ആവില്ല. അതുകൊണ്ടാണ്. എന്നാൽ ശരി, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോലെ. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ബൈ.